പാമ്പൻ പാലത്തിന്റെ ഹിസ്റ്ററിയോ അല്ലെങ്കിൽ ഇത് എവിടെയാണോ എന്നൊക്കെ അറിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കേട്ടു തുടങ്ങിയ ഒരു ചൊല്ലാണ് പാമ്പൻ പാലത്തിന്റെ പിൻബലം അല്ലെങ്കിൽ പാമ്പൻ പാലത്തിന്റെ ശക്തി എന്നൊക്കെ അല്ലേ. പിന്നീട് റീൽസിലൂടെയും യൂട്യൂബ് വീഡിയോസിലൂടെയൊക്കെയാണ് ഈ പാമ്പൻ പാലവും അതുപോലെ ധനുഷ്കോടിയുടെ ഒക്കെ ഭംഗി കാണുന്നത്. ഒരു സ്ട്രെയിറ്റ് റോഡിലൂടെ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ബേ ഓഫ് ബംഗാളും റൈറ്റ് സൈഡിൽ ഇന്ത്യൻ ഓഷനുമായിട്ട് ആ റോഡിലൂടെ പോകാൻ എന്ത് ഭംഗിയായിരിക്കും അല്ലേ. ശരിക്കും ഈ ധനുഷ്കോടിയുടെ ഡ്രോൺ വ്യൂവിന് ഒരു പ്രത്യേക ഭംഗിയല്ലേ. അങ്ങനെ പാമ്പൻ പാലത്തിന്റെയും ധനുഷ്കോടിയുടെയും ഒക്കെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഇത്രയും ഭംഗിയുള്ള സ്ഥലത്തിനെ ഗോസ്റ്റ് ടൗൺ അല്ലെങ്കിൽ പ്രേത നഗരം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് കണ്ടത്. ഈ റെയിൽവേ പാളത്തിന് പാരലായിട്ട് മറ്റു വെഹിക്കിൾസിന് പോകാനുള്ളൊരു പാലം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ഈ റെയിൽവേ പാളത്തിനെയാണ് പാമ്പൻ പാലം എന്ന് വിളിക്കുന്നത്. ആ റെയിൽവേ ബ്രിഡ്ജിന്റെ നിർമ്മാണം പൂർത്തിയായിട്ട് ഏകദേശം 110 വർഷമാകുന്നു. 1911 ബ്രിട്ടീഷുകാരാണ് പാലം പണിയാൻ തുടങ്ങിയത്. വെറും 3 വർഷം കൊണ്ട്, അതായത് 1914 ഈ ബ്രിഡ്ജിന്റെ നിർമ്മാണം പൂർത്തിയാക്കുകയായിരുന്നു. ഈ പാലത്തിന് നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ലണ്ടനിൽ നിന്നാണ് നിർമ്മിച്ചത്. എന്നിട്ട് അവിടുന്ന് കപ്പൽ വഴി ഇവിടെ കൊണ്ടുവന്ന് കൂട്ടി യോജിപ്പിച്ചിട്ടാണ് പാലത്തിന്റെ പണി പൂർത്തിയാക്കിയത്. കപ്പലുകൾക്ക് പോകാൻ പറ്റുന്ന രീതിയിലായിരുന്നു ആ പാലം അന്ന് ഉണ്ടാക്കിയത്. അതായത് കപ്പലുകൾ വരുമ്പോൾ ഇത് പകുത്തു മാറിയിട്ട് കപ്പലുകൾക്ക് പോകാൻ സൗകര്യമൊരുക്കുന്ന രീതിയിലായിരുന്നു അന്ന് ആ ബ്രിഡ്ജ് ഉണ്ടാക്കിയത്. ഇന്ത്യയിലെ ആദ്യത്തെ കടലിലൂടെ ഉള്ള പാലവും 2010 വരെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലവും ഇതായിരുന്നു. 2010 മുംബൈ ബോംബെ വാർലി എന്നുള്ള പാലത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞതോടെ ഈ പാമ്പൻ പാലം 2ാം സ്ഥാനത്തോട്ട് മാറി. ഇപ്പം മുംബൈ പാലമാണ് കടലിലൂടെ ഉള്ളതിൽ ഏറ്റവും നീളം കൂടിയ പാലം. നമ്മുടെ മുൻ പ്രസിഡന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിന്റെ ജന്മസ്ഥലമായ രാമേശ്വരം സ്ഥിതി ചെയ്യുന്ന ഐലൻഡാണ് പാമ്പൻ ഐലൻഡ്. ഈ പാമ്പൻ ഐലൻഡിനെയും തമിഴ്നാടിന്റെ മെയിൻലാൻഡുമായിട്ട് ബന്ധിപ്പിക്കുന്ന പാലമാണ് നമ്മുടെ പാമ്പൻ പാലം. രാമേശ്വരത്തിന്റെ ഏറ്റവും കിഴക്ക് ഭാഗത്ത് സമുദ്രത്തിലേക്ക് നീണ്ടുകിടക്കുന്ന ഒരു തുരുത്താണ് ധനുഷ്കോടി. അവിടെ നിന്നും ശ്രീലങ്കയിലേക്ക് കടലിലൂടെ ഒരു 16 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ധനുഷ്കോടിയും ശ്രീലങ്കയും തമ്മിലുള്ള സാമീപ്യം കൊണ്ട് തന്നെയാണ് ബ്രിട്ടീഷുകാർക്ക് ഈ പാമ്പൻ പാലം നിർമ്മിക്കാൻ പ്രചോദനമായത്. അങ്ങനെ ധനുഷ്കോടി വരെ ട്രെയിനിൽ വന്നിട്ട് അവിടുന്ന് ശ്രീലങ്കയിലെ തലൈമാനാറിലോട്ട് കപ്പലിലൂടെയും സർവീസ് നടത്തി. അങ്ങനെ ധനുഷ്കോടി ഒരു ടൗൺ ആയി മാറിക്കൊണ്ടിരുന്ന സമയത്താണ് 1964 ഡിസംബർ 22 രാത്രിയിൽ ഒരു അതിശക്തമായ ചുഴലിക്കാറ്റുണ്ടാവുന്നത്. ഈ ഒരു ചുഴലിക്കാറ്റ് ധനുഷ്കോടിയെ തകർത്തെറിഞ്ഞു എന്ന് തന്നെ പറയാം. മാത്രവുമല്ല, ധനുഷ്കോടിയിലേക്ക് പോയിരുന്ന ഒരു പാസഞ്ചർ ട്രെയിൻ, ഈ പാമ്പൻ പാലത്തിന് മുകളിലുണ്ടായിരുന്ന ഒരു പാസഞ്ചർ ട്രെയിൻ മുഴുവനായിട്ടും കടലിൽ പതിച്ച് അതിലുണ്ടായിരുന്ന ഫുൾ യാത്രക്കാരും മരിച്ചു. അന്നത്തെ ചുഴലിക്കാറ്റിൽ ധനുഷ്കോടി പട്ടണവും റോഡും തീവണ്ടിപ്പാളവും അങ്ങനെ എല്ലാം പൂർണ്ണമായി നശിച്ചു. പാലത്തിന് കേടുപാടുണ്ടായെങ്കിലും പാലത്തിന്റെ നടുവിലെ ലിഫ്റ്റ് ഈ ചുഴലിക്കാറ്റിൽ തകർന്നില്ല. പിന്നീട് ഈ ഭാഗം നിലനിർത്തിക്കൊണ്ടാണ് പുതിയ പാലം പണിതത്. നമ്മുടെ ഡൽഹി മെട്രോയും അതുപോലെ കൊങ്കൺ പാതയും ഒക്കെ പണിയാൻ നേതൃത്വം വഹിച്ച ഈ ശ്രീധരൻ സാർ തന്നെയാണ് ഈ പാമ്പൻ പാലം പുതുക്കി പണിയാൻ നേതൃത്വം വഹിച്ചത്. ഇപ്പോഴും ധനുഷ്കോടിയിൽ പോയാൽ അന്നത്തെ ചുഴലിക്കാറ്റിൽ തകർന്നു പോയ റെയിൽവേ സ്റ്റേഷന്റെയും ബിൽഡിങ്ങുകളുടെയും ഒക്കെ അവശിഷ്ടം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഏകദേശം ആ ഒരു പാലം ഇപ്പം 110 വർഷമാകുന്നു. അപ്പോൾ ഇനിയും നമുക്ക് അറ്റകുറ്റപ്പണിയൊക്കെ ചെയ്തിട്ട് പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് അത്രയും സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പോൾ റെയിൽവേ അതിലൂടെയുള്ള സഞ്ചാരം നിർത്തിയിട്ട് പുതിയ പാലം നിർമ്മിക്കുകയാണ്. പഴയ പാലത്തേക്കാൾ 3 മീറ്റർ ഉയരത്തിലാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. പുതിയ പാലം നിർമ്മിക്കുന്നതിൻ്റെ വീഡിയോ ആണ് ഈ കാണിക്കുന്നത്. ശരിക്കും ഈ ഒരു പഴയ പാലത്തിൽ കുറച്ച് നാളായിട്ടേ ഉള്ളൂ ആ ഗതാഗതം നിർത്തിയിട്ട്. അവസാനമൊക്കെ ആയപ്പോഴത്തേക്കിനും ട്രെയിനൊക്കെ 5 km/h അത്രേ സഞ്ചരിച്ചിരുന്നത്. അതായത് ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റ്സ് ഒക്കെ കൊണ്ടാണ് ഈ 2 കിലോമീറ്റർ പാലം കവർ ചെയ്തിരുന്നത്. ശരിക്കും ആ സമയത്തൊക്കെ ആ ട്രെയിനിൽ യാത്ര ചെയ്തവർ ഭാഗ്യവാന്മാരാന്ന് പറയാം. അത്രയും സ്ലോയിൽ നമുക്ക് അവിടുത്തെ ഭംഗി മൊത്തം ആസ്വദിച്ച് പോകാമായിരുന്നല്ലോ. ഇനിയിപ്പം പുതിയ പാലം വന്നാലും നല്ല സ്പീഡിലായിരിക്കും ട്രെയിൻ പോകുന്നത്. എന്തായാലും അവിടുത്തെ കാഴ്ചകളൊക്കെ കാണേണ്ടത് തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ ധനുഷ്കോടിയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് 16 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ കടലിലൂടെ പോകാനായിട്ട്. ശരിക്കും അപ്പം ഞാൻ ഓർത്തു, എന്തുകൊണ്ടാണ് ഈ ഒരു ധനുഷ്കോടിയിൽ നിന്നുമുള്ള പാലം അവിടെ ശ്രീലങ്കയിലൂടെ നീട്ടാത്തത് എന്തുകൊണ്ടായിരിക്കാം എന്നൊക്കെ ആലോചിച്ചു. അതിനെപ്പറ്റി നോക്കിയപ്പോഴാണ് ശരിക്കും കുറേ പദ്ധതികളൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഒരു സേതു സമുദ്രം പദ്ധതി എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതിൽ ശ്രീലങ്കയ്ക്കും ഇന്ത്യക്കും ഇടയിൽ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞതായിട്ടുള്ളൊരു കപ്പൽ ചാനൽ ഉണ്ടാക്കുകയായിരുന്നു ലക്ഷ്യം. പക്ഷേ അങ്ങനെ ഒരു കപ്പൽ ഗതാഗതത്തിന് വേണ്ടിയിട്ട്
രാമസേതു പൊളിച്ചു മാറ്റേണ്ടി വരും. രാമസേതു എന്ന് പറയുന്നത് ഈ ചെറിയ പവിഴപ്പുറ്റും പാറക്കല്ലും അങ്ങനത്തെ കുറേ പാറക്കല്ലുകൾ കൂടി ചേർന്നിട്ട് ഒരു പാലം പോലെ ഇരിക്കുന്നതാണ് രാമസേതു. ഹിന്ദു ഐതിഹ്യം പ്രകാരം സീതയെ രാവണൻ തട്ടിക്കൊണ്ടു പോയി കഴിഞ്ഞപ്പം രാമൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പാലമാണ് രാമസേതു എന്നാണ് ഐതിഹ്യം. അപ്പോൾ അത് പൊളിക്കുന്ന ഒരു പദ്ധതി എന്ന് പറയുന്നത് പല പ്രശ്നങ്ങളുണ്ടാവും. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ രീതിയിലും പ്രശ്നങ്ങളുണ്ടാവും എന്നാണ് പറയുന്നത്. അതായത് ഒരു നാച്ചുറലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഭവത്തിനെ അത് പൊളിച്ചു മാറ്റി കഴിഞ്ഞാൽ ജലജീവികൾക്കും അങ്ങനെ പല തരത്തിലുള്ള വംശനാശം സംഭവിക്കുന്നുണ്ട് പരിസ്ഥിതി പ്രവർത്തകർ വാദിക്കുന്നുണ്ട്. അതുപോലെ മത്സ്യസമ്പത്തിന് എന്തെങ്കിലും പറ്റും. അതുപോലെ പല രീതിയിലാണ് ആ ഒരു പദ്ധതിക്ക് അഗനിസ്റ്റ് പ്രശ്നം ഉണ്ടായിരുന്നത്. പിന്നെ പാർക്ക് സ്ട്രീറ്റ് ബ്രിഡ്ജ് ആൻഡ് ടണൽ എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി കണ്ടു. അതിൻ്റെ ഡിസ്കഷൻ ഇപ്പോഴും നടക്കുന്നുണ്ട്. 2002-2004 തുടങ്ങിയതാണെന്നുണ്ടെങ്കിലും ഇപ്പോഴും 2023 ഇതിൻ്റെ ഡിസ്കഷൻസൊക്കെ നടക്കുന്നുണ്ട്. ഇങ്ങനൊരു പാലം വന്നു കഴിഞ്ഞാൽ ടൂറിസവും അതുപോലെ രണ്ട് കൺട്രീസ് തമ്മിൽ കണക്ട് ചെയ്യാനും അങ്ങനെ പല രീതിയിലുള്ള യൂസ്ഫുൾ ആവുന്നതാണല്ലോ. അപ്പോൾ ആ ഒരു പോസിബിലിറ്റിയെ പറ്റിയിട്ടുള്ള പഠനങ്ങൾ നടക്കുകയാണ്. മറ്റേ എൻവയോൺമെൻറ്റൽ കാര്യങ്ങളും എക്കണോമിക്കായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ എല്ലാം വരും. അത് ഒന്നാമത് ഇവിടെ ചുഴലിക്കാറ്റൊക്കെ വന്ന ഏരിയാസാണ്. അങ്ങനെ പല രീതിയിലുള്ള എൻവയോൺമെൻറ്റൽ ഇപ്പം നമ്മൾ ഇത്രയും ഒരു രൂപ ചിലവാക്കുമ്പം എൻവയോൺമെൻറ്റൽ രീതിയിലും എല്ലാ രീതിയിലും അനാലിസിസും സ്റ്റഡീസും ഒക്കെ നടത്തിയിട്ട് അത് നടക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള എല്ലാ വീഡിയോസിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വീഡിയോയുടെ എന്തെങ്കിലും കമൻസൊക്കെ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.